ഹലോ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കണേണ് കോഴിക്കോട്ട ശനി. കോഴിക്കോട്ട ശനിയാഴ്ച നമുക്ക് കോഴിക്കോട്ട എല്ലാവർക്കും അറിയാം. കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും മമ്മിയുടെ സ്റ്റൈലിൽ മമ്മി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണത് മക്കളെ പരിചയപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് മമ്മി വന്നേക്കണേ. അധികമൊന്നും ഉണ്ടാക്കാനുള്ള, കുറച്ച് ലിമിറ്റഡ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂസിൻ്റെ മമ്മി കാലത്ത് തന്നെ റീന ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് കൊണ്ടുവന്ന്. അപ്പം പിന്നെ നാളെ നമ്മളുടെ ഒരു വലിയ ആചാരം അനുസരിച്ച് അത് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം മമ്മി ഉണ്ടാക്കിയാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ മമ്മി ആദ്യം പരിചയപ്പെടുത്താം. ശർക്കര ഇത് മമ്മി 1 കിലോ മേടിച്ചിട്ടുണ്ട്. 1 കിലോ വേണ്ട, 1/4 കിലോ എടുക്കണുള്ളൂ മമ്മി. 3/4 കിലോ ശർക്കര. അത് മമ്മി ഇപ്പം അളവ് 3/4 കിലോ തക്കാളി അല്ല, 3/4 കിലോ ശർക്കര. അപ്പം മമ്മി അത് ഓരോന്ന് എടുക്കുമ്പോൾ ഇത് മതി ശർക്കര, ഇത്ര മതി ശർക്കര. അപ്പം മൂസേ ഈ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തോ. മുക്കിയെടുത്തോ. അതങ്ങനെ മുക്കിയെടുക്ക്. എന്നിട്ട് 1/2 കപ്പ് വേണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതായി വരേണ്ടതാണ്. എന്ത് ഇത്ര മതി. എന്താന്ന് വെച്ചാൽ ശർക്കര നീര് കുറുക്കെന്ന് വെച്ചാൽ നമുക്ക് വിളയിച്ചെടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ട പിടിക്കുമ്പം പൊട്ടിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് മക്കളെ. അപ്പം അതാണ് മമ്മി പറഞ്ഞത്, എൻ്റെ അറിവ് വെച്ചിട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണത് ഉണ്ടാവും, മമ്മിനേലെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാകും കൂടുതൽ. അപ്പം അത് നിങ്ങൾ ചെയ്തോ. പിന്നെ തേങ്ങ ചിരവ അത് 2 ചിരണ്ടി തന്നിട്ട് അപ്പൊന്ന് കഴിയും. വെട്ടി മമ്മി വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ, മമ്മി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാ ഇത് ഞാൻ അമ്മൂസ് ജോലി കഴിഞ്ഞ് വന്നേക്ക് മുന്നേ ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പം ബൂവും മമ്മിനെ വഴക്ക് പറഞ്ഞു. മമ്മിയുടെ വ്ളോഗില് ആദ്യമായിട്ട് വരുന്ന കോഴിക്കോട്ടേന് മമ്മിയുടെ വ്ളോഗിൽ വന്നത്. അപ്പ അത് നമ്മുടെ സബ്സ്ക്രൈബർമാരെ കാണിച്ചു കൊടുക്കാം. മമ്മിക്ക് അറിയണ പോലെ കാണിച്ചാൽ മതി മമ്മി, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. അത് മര്യാദ അല്ലേ എന്ന് ചോദിച്ചു പൂവ്. അപ്പൊ ഞാൻ ഏതായാലും അമ്മൂസിനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഞാൻ വന്നിട്ട് എടുക്കാം മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂസ് വന്നിട്ട് എടുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ 3/4 കിലോ തികയില്ലാട്ട മക്കളെ ശർക്കര. അതിന് 2 തേങ്ങ മമ്മി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 തേങ്ങ മതി. അത് ഒന്ന് ചിരണ്ടി എടുക്കണം, അത്ര പണിയുള്ളൂ. പിന്നെ നമ്മ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്ക. അപ്പൊ മക്കളെ ശർക്കര മമ്മി ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി എടുക്കാം. പിന്നെ മക്കള് ഇതിനകത്ത് കോഴിക്കട്ടയുടെ ഉള്ളിൽ ഇത് പറയാൻ പാടുണ്ടാ നെയിലാട്ട്. എന്താന്ന് വെച്ചാലേ ഒരു കൊച്ചല്ല ഒരു മോള് എന്നോട് പറഞ്ഞു മമ്മി നെയിലാട്ട് 2-3 ആഴ്ചയായിട്ട് കാണിക്കാനുള്ള വെയിറ്റിങ്ങിലാണെന്ന്. അപ്പൊ മമ്മി അപ്പം മമ്മി ഇത് ചെയ്ത് റോയലിന് ഇഷ്ടമായില്ല ഈ കളറ്. എന്നിട്ട് അവൻ ഇതുപോലത്തെ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇന്ന് ഇവിടെ പോയത്. എവിടാ ചാലക്കുടിക്ക് പോയത്. ഈ കളർ ഇട്ടത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മമ്മി തുടരട്ടെ. ഇനി തേങ്ങ ചിരണ്ടി അപ്പൊ ഇനി തേങ്ങ ചിരണ്ടിയിട്ട് വരാം. ചിറ്റ അയ്യോ കുഞ്ഞ് അല്ലെങ്കിൽ മമ്മി ചിരണ്ടട്ടപ്പേന്ന് മമ്മി ചിരണ്ടി എടുക്കാടാ. മാറ് റോള് മാറ്. ഇതെന്തിനാട്ടോ അറിയോ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നടാ റോയലെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നടാ. ഞങ്ങതേ ഇങ്ങനെ വെച്ച് ചിരണ്ടിക്കൊണ്ടിരിക്കായിരുന്നു ഒരു ദിവസം. അടുത്ത പ്രദേശത്ത് എല്ലാവർക്കും തേങ്ങ ഇരണ്ടത് നോക്കിക്കോട്ടെ. ഒരാൾ വരൂട്ടാ ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒച്ചായിട്ടില്ല ഇപ്പ. അപ്പൊ അനീഷാണ്, ഞങ്ങളുടെ അനീഷ് മോനാണ് ഒരു ദിവസം പറഞ്ഞത് ഇതിങ്ങനെ തുണി ഇട്ടോണ്ട് ഇത് വെച്ച് ചിരണ്ട് ബെല്ലാൻറ്റി. അപ്പൊ ഒച്ചേക്കില്ല കണ്ട. അനീഷ് മോനൊരു വലിയ ഓക്കേ. തേങ്ങ ചിരണ്ടുമ്പോ ഇനി ഒരാൾ ഓടി വരും. എന്റെ പൊന്നെ തക്കുമോൻ ഒരാൾക്ക് ആവശ്യമില്ലെങ്കിലും വന്ന് തല്ലുപിടിക്കാൻ വരും. തക്കുവിന് ഭയങ്കര ഇഷ്ടം ചിരണ്ടി കഴിഞ്ഞ് ഇനി മമ്മി വെള്ളം ചൂടാക്കി ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ മക്കളെ
തേങ്ങ 2 തേങ്ങ അതെ അമ്മൂസൂടെ ചിരണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ആ ചിരണ്ടണ നേരത്ത് നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട് കണ്ട. ഇതിങ്ങി അരച്ചൊഴിക്കണം. അപ്പം നമുക്കിനി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പൊടി കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. അപ്പം ഇതിനകത്ത് ഇനി വേണ്ടത് എന്താണെന്നറിയാമോ? ഏലക്കായ, ചുക്ക്, ലേശം പഞ്ചസാര ഇട്ടുകൊണ്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അത് തേങ്ങയുടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും കുഴയ്ക്കാൻ കൈയെടുക്കാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ ഒഴിച്ച് ആ കുഴയിലാണ് സോഫ്റ്റ്നെസ് കിട്ടുക, സോഫ്റ്റ് ആകുക. അവിടെ 2 പേര് കിടന്ന് തല്ലി പിടിക്കേ. തക്കും ഇതും അത് തന്നെ. നമ്മളുടെ വിചാരം തല്ലി പിടിക്കുകയാണെന്നാ. തക്കൂനൊന്ന് ഫുഡ് കുറവെന്ന് പറയണത് തക്കൂൻ്റെ ഫുഡ് തീർന്നു. തക്കൂന് നോയിൽ വരുമ്പോ തക്കൂന് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് നോയിൽ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം അങ്ങനെ ഉച്ചയായപ്പോഴത്തേനും അവൻ്റെ ഫുഡ് തീർന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ പാത്രത്തിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തിട്ട് കഴിച്ചില്ല അവൻ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ചോറ് വെച്ച് കൊടുത്തിട്ട് തിന്നില്ല. ചോറിന് ചിക്കൻ അവരുടെ കഴിഞ്ഞു പോയി. അപ്പം മുട്ട മേടിച്ചിട്ടുണ്ട്. ഒരു 15 മുട്ട മേടിച്ചിട്ട് അതിൽ നിന്ന് 3-4 കൊടുത്ത് വറുത്തും കൊണ്ട് ചോറിട്ട് പുരട്ടി കൊടുക്കുക ചെയ്തേ. അത് നമ്മുടെ മക്കൾ തിന്നും. നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ വിശന്നാ മക്കളെ തിന്നാത്തവരാരുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാബ് ബ്ലാക്കും സാൻറ്റിമോളും തിന്നും. അവിടെ പുറത്ത് ഞങ്ങളുടെ മതിൽക്കെട്ടിൻ്റെ പുറത്ത് അവന് മനസ്സിലായി എന്തോ ഇവിടെ സംഭാഷണമാണെന്ന്. അപ്പം അതുകൊണ്ട് അവൻ്റെ ചാട്ടം കണ്ട. അപ്പം മക്കളെ നമ്മുടെ ബാക്ക് വശത്ത് 3 പട്ടി വരും. മമ്മി മുന്നേ കാണിച്ചിട്ടുണ്ട്. തള്ളപ്പട്ടി, അപ്പംപട്ടി. അതിൻ്റെ 7 കുഞ്ഞുങ്ങളുണ്ടായാൽ 4 പെണ്ണ് 3 ആണായിരുന്നു. ആണിനെ 3 എണ്ണത്തിനെയും ആരാണ്ടും കൊണ്ടുപോയി. പിന്നെ 4 പെണ്ണുള്ളതിനെ ആരും കൊണ്ടുപോയില്ല. എന്നിട്ട് അതിൽ 3 എണ്ണം ചത്തുപോയി. ഇപ്പോൾ ഒരു കുഞ്ഞാണുള്ളത്. അതും അവിടെ വന്ന് ആ നേരം മുമ്പാ. അപ്പം അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടുത്തെ അയൽവക്കത്തെ ആൾക്കാർ കണ്ടാൽ പ്രശ്നമാണ് മക്കളെ. നമ്മൾ ഭക്ഷണം കൊടുക്കണണ്ട. എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. കാലത്തും വൈകിട്ടും ചോറ് കൊടുക്കും. അവർക്ക് കാലത്തും വൈകിട്ടും മമ്മി ചോറ് കൊടുക്കും. അപ്പം സന്ധ്യ ആകുമ്പോഴും നേരം വെളുക്കണേക്കും. നേരം വെളുത്ത 6-6:30 ആകുമ്പോൾ വെട്ടമില്ലല്ലോ. ആ നേരത്തെ അപ്പുറത്ത് വെച്ച് കൊടുക്കും, വൈകുന്നേരവും വെച്ച് കൊടുക്കും. അപ്പം ഇപ്പം അവരുടെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ മുട്ട കൂട്ടി അല്ലെങ്കിൽ തിന്നാത്തവരാ. അപ്പം വിശപ്പിൻ്റെ വില അവർക്കും മനസ്സിലായി. മുട്ട വറുത്ത അപ്പം ഞാൻ പറഞ്ഞു അമ്മൂനോട്, അമ്മു ചിക്കനില്ല, മുട്ട വറുത്തതായതുകൊണ്ട് തിന്നോന്നൊരു സംശയമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ പാത്രം വെടിപ്പാക്കി ക്ലീനാക്കി വെച്ച് എനിക്ക് സന്തോഷം. കൊടുത്തു കഴിഞ്ഞ് കളയണത് എനിക്കിഷ്ടമല്ല മക്കളെ. ഒരു നേരത്തെ ഭക്ഷണത്തിനല്ലേ മിണ്ടാപ്രാണികളായാലും. അപ്പം അവർ കൊടുത്തു. തക്കുവിൻ്റെ ഭക്ഷണം കഴിഞ്ഞതാണ് മമ്മി പറഞ്ഞു വന്നേ. തക്കുവിന് ബിസ്ക്കറ്റ്, ഇവന് ബിസ്ക്കറ്റ് അവിടുത്തെ മുട്ടയല്ല. ഇന്ന് മുട്ട കാരണം കൊടുത്തില്ല. ബിസ്ക്കറ്റും പാലും കൂടി കൊടുത്തേ. അപ്പം അത് തന്നെ തക്കുവിന് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്ത്. അവൻ പക്ഷെ ആ പാല് മാത്രം ഇച്ചിരി നക്കി കുടിച്ച്. ഇവനും മമ്മി വാരി കൊടുത്തു. ഇപ്പം അവരുടെ കളി സമയമാണ്. അപ്പം ഈ പറഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം തിളയ്ക്കണം. ഞാൻ ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് കുറേ അല്ല, നെയ്യ് വേണം. പിന്നെ ഇത് പൊടിച്ചെടുക്കണം. അത് വിളയിക്കാൻ മതി, കുഴച്ചെടുക്കണം. അപ്പം മക്കളെ ദേ മമ്മി ഈ കപ്പിൽ ഒരു 1.5 കപ്പ് പൊടി. 1.5 വേണോ? നനഞ്ഞു വരുമ്പോൾ കൂടുള്ളൂ. അപ്പോൾ 1 കപ്പ് പൊടി, 1 കപ്പ് ഒരു ഇച്ചിരിയും കൂടി. ജിമ്മിന് ഡാരിക്കും. അപ്പം ഇതിനകത്ത് ഒരു 1.25 കപ്പ് പൊടി എടുക്കാം. നമ്മളിവിടെ എടുത്താൽ നല്ല തനിപ്പൊടി, നല്ല നൈസ് പൊടിയായിരിക്കണം വേണ്ടേ കൊഴുക്കട്ട ഉണ്ടാക്കാൻ. ഒരു 1/4 കപ്പും കൂടി മതി മോളെ, അധികം വേണ്ട. എന്നിട്ടുള്ളത് കൊണ്ടൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ണ് നിറച്ച് കാണണം ഉണ്ടാക്കണത്. അപ്പം അതനുസരിച്ച് എടുക്കണം. വെള്ളം നല്ല തിളക്കേ. ഉപ്പിടാം. ഇതിനകത്ത് തന്നെ ഉപ്പിടാം. ഇച്ചിരി പറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പിടാം. കൈ കൊണ്ട്
ഇത് ഉപ്പും ഇതൊക്കെ കൈകൊണ്ട് കുഴയ്ക്കാം. മമ്മിനെ കാണാനല്ല അല്ലേ? കുഴയ്ക്കാം. നെയ്യ് എടുക്കണം. നെയ്യിടാം. 1 ടീസ്പൂൺ 1.25 ടീസ്പൂൺ നെയ്യിടാം. ഓക്കെ. ഇനിയും ആവശ്യം വരും. എന്നിട്ടാണ് ഇനി കുഴയാണ് പ്രശ്നം. ഇത് മെയിൻ പണിയാണ് കുഴയ്ക്കൽ. അപ്പം നമുക്ക് മക്കളെ തിളച്ച വെള്ളം എടുക്കുക, നല്ലതുപോലെ കുഴയ്ക്കാം. പോരാ, വെള്ളം പോരാ. ഉണ്ട പൊടി നനഞ്ഞ് വന്നപ്പോൾ പൊടി കൂടിയതുണ്ട. ഇപ്പോഴും ഇട്ടില്ല. ഈ കുഴയിലാണ് കോഴിക്കോട്ട. തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ചെടുക്കലാണ് കോഴിക്കോട്ടയുടെ സോഫ്റ്റ്നെസ്. ഇംഗ്ലീഷൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ കയറി വരും കേട്ടോ മക്കളെ. അപ്പം തീ മമ്മി കിടത്തി. കുഴച്ചെടുക്കലാണ് ഇതിൻ്റെ മെയിൻ കാര്യം. കുഴച്ചെടുക്കൽ പണിയുമാണ്. കുഴയാണ് കോഴിക്കോട്ടയുടെ കൈപുള്ളി വെള്ളം. ശരിക്കും നന്നായി വെള്ളം വേണം. അങ്ങോട്ട് കിടക്കട്ടെ. അത് മുഴുവനും ഒഴിച്ചു. എന്താകും എന്തോ. എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ മമ്മി എന്താ പറയുക, ഇപ്പം തന്നെ കണ്ട പൊടി അതന്നെ ഇവിടെ ഉണ്ടാക്കി. ഇപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളുടെ എന്താ പറയുക, വ്ളോഗ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഈസ്റ്റർ അല്ലേ. ആദ്യത്തെ മമ്മിയുടെ കൈ റെഡിയല്ല. വേണ്ട. അപ്പം മക്കളെ നമ്മുടെ പൊടി നമ്മത് തിളച്ച വെള്ളത്തിൽ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് തേങ്ങയിട്ട് റെഡി. നെയ്യിട്ട് വെച്ചു. നെയ്യിട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ബ്ലൂ അല്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ അരിപ്പ മറ്റേ അരിപ്പ് വേണോ അവനെ? ഇതുകൊണ്ട് കൊണ്ടുവരെ. സ്റ്റീലിൻ്റെ ഇലട ഉരുകാണ്ടിരിക്കുക. സ്റ്റീലിൻ്റെ അരിപ്പ് ഉരുകൂല. അപ്പൊ നമുക്ക് മക്കളെ ശർക്കരപ്പാനി നമ്മുടെ ഏതാ ചട്ടി? കപ്പ പൊട്ടിച്ചട്ടി. എന്നതിക്ക് അയ്യോ ഇച്ചിരി കുറച്ച് വെച്ചേമ്മ അമ്മ. ഓ എൻ്റെ മോനെ. തേങ്ങ ഇവിടെ തേങ്ങ എടുത്തോ. അപ്പൊ നമുക്ക് മക്കളെ ഇതേ തേങ്ങ ഇടാട്ടാ. ഇത് എനിക്ക് തോന്നണു ശർക്കരയിൽ വെള്ളമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ വേഗം ഡ്രൈ ആയി കിട്ടും. അപ്പൊ മക്കളെ ഇതേ തേങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞു. പ്രത്യേക ചേരുവക എന്ന് പറയുന്നത് ചുക്കു ഏലക്കായ. മമ്മിയുടെ സ്പെഷ്യൽ ഒന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മ ഓരോന്ന് പറയുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ വരാ. എൻ്റെ പപ്പ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പപ്പക്ക് ഈ കോഴിക്കോട്ടയിൽ ഇടണ ഈ വിളയിക്കണ സാധനം അല്ലടാ. അത് പപ്പ അത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. തുട്ടക്ക് പോയില്ല. ഇതൊന്ന് ചുറ്റിച്ചിടാം നമുക്ക്. കഴുകി തീ കൂട്ടണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ മമ്മി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് തീ കൂട്ടാം. അപ്പം അതും
പിന്നെ നമ്മുടെ കൊരട്ടിപ്പള്ളിയിലെ പെരുന്നാളിന് അവലോസ് കൂടിയും പഴവും. അതാണ് പപ്പ. അതെൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പ മരിച്ചിട്ട് ഇപ്പം നോയലിന് 3 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. 25 കൊല്ലം പപ്പ മരിച്ചിട്ട്. അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ 2.5. ഭൂവിന് 25 വയസ്സെന്ന് പറഞ്ഞപ്പോൾ മമ്മിക്ക് 2.5. ഭൂവിന് 3 വയസ്സുള്ളപ്പോഴാണ് പപ്പ. അല്ലടാ 25 കൊല്ലമായി പപ്പ മരിച്ചിട്ട്. ഭൂവിന് 3 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. നീയില്ല. കണ്ടിട്ടില്ല. നീ അന്ന് ലോകം കാണാത്ത മകനാ. അമ്മനെ കണ്ടിട്ടില്ലേ? ഏലക്കായും ചുക്കും കൂടിയും നമുക്ക് ഇതിൽ കൂടെ ഇടാം. പൊടിച്ചത് ഇതിൽ കൂടി ഇടാം. ഇട്ടോ കൊട്ടിട്ടോ. കൈ കൊണ്ട് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ കൊട്ടിട്ടാൽ മതി. മതി മേലെ അത്ര മതി. ഇല്ല ഇനി ഇത് കറുപ്പ കളറ് ശർക്കരയുടെ ആ ഇതിലാകുള്ളൂ. ഇത് നമുക്ക് വെള്ളം വറ്റിച്ച് ഡ്രൈ ആവുമ്പോൾ മമ്മി ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ. അപ്പം മക്കളെ ദേ പൊടിയും കുഴച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ ഉരുക്കിയും ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കുക. അപ്പം ശരിക്കും നമ്മുടെ കൈമേലൊട്ടാണ്ട് നല്ല റെഡി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ടൊന്ന് ദേ ഇങ്ങനെ പരത്താം. കണ്ട പരുത്തി ഉണ്ടേക്ക. എന്നിട്ട് തന്തവിരലുമേല് വെളിച്ചെണ്ണ തൊട്ട് ഇങ്ങനെ ആക്കാനാണ് പറയണേ. കണ്ട ഹോള് പോലെ ഇട്ടിട്ട് ദേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ട മക്കളെ ഇത് കണ്ട മുന്നക്കാന്ന് പറയണത് നമ്മതേ. എന്നിട്ട് ദേ ഇത് ആദ്യം ഒരു ഉണ്ടേക്ക് ഇങ്ങനെ വെക്കണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമേല് ഇതാവൂല. അപ്പം നമുക്ക് ഇതേ കണ്ട ഇങ്ങനെയൊക്കെ ദേ ഇങ്ങനെയൊക്കെ ചുരുട്ട റെഡിയാക്ക. ചെമ്പില് അപ്പൊ വെള്ളം നമ്മ തിളപ്പിക്കാൻ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാൻ. തിളച്ച ഇഡ്ലി ചെമ്പിന്റെ ഉള്ളിലേക്ക് വെക്ക. അപ്പൊ കോഴിക്കോട്ട മക്കൾ കണ്ടില്ലേ? സിമ്പിൾ അല്ലേ കോഴിക്കോട്ട ഉണ്ടാക്കല്? ഇത് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ മമ്മിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതൊന്നും മക്കളെ കാണിച്ചെന്നുള്ളൂ. ഇനി ഇത് മമ്മി ഇപ്പോൾ ഇഡ്ലി ചെമ്പിൽ വെക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് മമ്മി റെഡിയായി. നോയിലപ്പോഴത്തേനും വരും, കഴിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. ഹലോ മക്കളെ, നമ്മുടെ കോഴിക്കോട്ട ദേ റെഡി ആയിട്ടുണ്ട്. സുന്ദരൻ കോഴിക്കോട്ട. സുന്ദരൻ കോഴിക്കോട്ടയാണോ മക്കളെ? കമൻറ്റ് ചെയ്തോളൂ. സുന്ദരനാണോ നോയിലെ? സുന്ദരനാണ്. നോയൽ ഇപ്പോൾ വന്നുള്ളൂ, ഫുഡ് കഴിക്കണ്. അപ്പം നമുക്ക് നോക്കാം കോഴിക്കോട്ടതേ. നമ്മ തിന്നുകൊണ്ട് നമ്മ ഇങ്ങനെ അടിപൊളി എന്ന് പറയണല്ലേ. അപ്പൊ കോഴിക്കോട്ടതേ. ഇത് ജിമ്മന് കഴിക്കാൻ മധുരം കഴിക്കാൻ പറ്റില്ല. രാരിക്കും മധുരം കഴിക്കാൻ പറ്റില്ല. രാരിക്കും കഴിക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ പഴയ ഇതില് പീച്ചപ്പൊടിന്ന് ഇതിനെ പറയാ. അപ്പൊ അതും കൂടിയും ഉണ്ടാക്കി അവർക്ക്. പീച്ചപ്പൊടിന്ന് ഇതിന് പറയാ. പീച്ചപ്പിടി എന്നാ പറയാ. അപ്പൊ അതും കൂടി ഉണ്ടാക്കി. എന്താന്ന് വെച്ചാ അവർക്ക് കഴിക്കാൻ, മധുരം പറ്റാത്തവർക്ക് കഴിക്കാൻ. അപ്പൊ മക്കളെ ദേ അപ്പൊ ഈ വീഡിയോ സൂപ്പർ കളറൊക്കെ ഉണ്ട്. അപ്പൊ മക്കളെ ഈ വീഡിയോ വൈൻഡപ്പ്. അപ്പൊ മക്കളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.